രണ്ട്, ഒരു ഹിന്ദുവിന്റെ കർമ്മ എന്ന് പറയുന്നത് ധർമ്മ അർത്ഥ കാമ മോക്ഷമാണ്. ധർമ്മമായ മാർഗത്തിലൂടെ പണം അർത്ഥമുണ്ടാക്കി കാമം തീർക്കണം, ആഗ്രഹങ്ങൾ തീർക്കണം. വാസന, ഈ മനുഷ്യ ജന്മം ഉണ്ടായിട്ടുള്ളത് വാസനയിലാണ്. വാസന ഫുൾഫിൽ ചെയ്യാതെ സമാധിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ക്ലാഷ് ഉണ്ടാവും. ഒരു സ്വാഭാവികമായിട്ട് ഒരു 25 എത്ര വയസ്സാണ്, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉപബോധ മനസ്സിലുണ്ട്. അയാളുടെ ജീവന്റെ സൃഷ്ടിയുടെ കാരണം തന്നെ ഈ ആഗ്രഹമാണ്. പഞ്ചഭൂതങ്ങളെ പൂർണ്ണമായും 5 സെൻസിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമുക്കൊരു മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളത്. അതിനെ എക്സ്പീരിയൻസ് പൂർണ്ണമായിട്ടും ചെയ്യുന്നതിനെയാണ് കാമം തീർക്കുക എന്ന് പറയുന്നത്, ആഗ്രഹങ്ങൾ തീർക്കുക എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ തീരുമ്പോൾ എന്ത് കിട്ടും? ആഗ്രഹ ബീജമില്ലാതാവും. ആഗ്രഹം ബോധത്തോടു കൂടി തീർത്താൽ ആഗ്രഹത്തിന്റെ ബീജം, വാസനാ ബീജങ്ങൾ വറ്റിപ്പോവുകയും പിന്നീട് ഒരു ജനനം ഇല്ലാത്ത രീതിയിലേക്ക്, മോക്ഷത്തിലേക്ക്, സമാധിയിലേക്ക് എത്തിച്ചേരും. ധർമ്മം അർത്ഥ കാമ മോക്ഷം. ധർമ്മമായ മാർഗത്തോടെ പണം അർത്ഥമുണ്ടാക്കി, അർത്ഥം കൊണ്ട് കാമം, ആഗ്രഹങ്ങൾ തീർത്ത് കഴിയുമ്പോൾ മോക്ഷം കിട്ടും. ഇതാണ് ഒരു ഹിന്ദുവിന്റെ കടമ. എല്ലാവരും സന്യാസിയാവാനല്ല പറയുന്നത്. അത് സന്യാസിമാര് ഇതിന് ഹിന്ദു മതത്തിന് പ്രമോഷൻ കൊടുത്തപ്പോൾ എളുപ്പം ഹിന്ദു മതം എന്നുള്ള സന്യാസിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയതാണ് സായിപ്പന്മാർ. ആ സായിപ്പന്മാരെ കണ്ട് പഠിക്കുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, ഹിന്ദു മതം എന്ന് പറയുന്നത്. അപ്പൊ അവരിൽ നിന്നാണല്ലോ എല്ലാം പഠിക്കുന്നത്, നമ്മളൊന്നും പഠിക്കില്ല അല്ലേ? അപ്പോൾ ശരിക്കും സായിപ്പ് യോഗ നല്ലതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് യോഗ നല്ലതായി. അതുവരെ ആസനം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. യോഗ അയാൾ വലിയ യോഗാസനത്തിന്റെ ആളാ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിലാക്കിയ പിള്ളേരെ കളിയാക്കത്തില്ല അല്ലേ? ആസനം ഉണ്ടോ സ്വാമി ഒന്ന് കാണിക്കുമോ യോഗാസനം എന്നൊക്കെ പറയും, കളിയാക്കി. ഇപ്പോഴും ഏതോ വ്യക്തികൾ ടി വിയിൽ അങ്ങനെ പറയുന്ന കേട്ടു, യോഗാസനം എന്നൊക്കെ പറഞ്ഞ കളിയാക്കുന്ന വീഡിയോ കുട്ടി. അപ്പോ പക്ഷെ അവിടുന്ന് ഇന്ന് പ്രാധാന്യം വന്ന് സാഹിത്യം ഇത് കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കൊള്ളാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വാസനാ ബീജങ്ങൾ പറ്റാതെ മോക്ഷമില്ല. അല്പ ജന്മമെങ്കിലും ഉണ്ടാവും എന്നാണ്. വാസന ബീജം പറ്റും. തന്ത്രമാണ് അതിന് ഏറ്റവും നല്ലത്. വാസന കളയാൻ ഏറ്റവും എളുപ്പം തന്ത്രത്തിലൂടെയാണ്. യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രം ഉണ്ടായിട്ടുള്ളത്. അഷ്ടാംഗ യോഗയാണ് തന്ത്രത്തിന്റെ ബേസ്. അഷ്ടാംഗ യോഗയാണ് തന്ത്രത്തിന്റെ ബേസ്. പക്ഷെ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് വാസനകളെ അടിച്ചമർത്തി അതിവർത്തിച്ച് വരുന്ന ഒരു ടെക്നിക്കാണ്. അങ്ങോട്ട് നോക്കുന്നില്ല. ഒരു ആപ്പിൾ കൊണ്ടുവച്ചാൽ വേണ്ട, അങ്ങോട്ട് നോക്കുന്നില്ല. പക്ഷെ വാസനാ ബീജം സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുന്നു, അത് വേണം തോന്നും, പിന്നെ അതിവർത്തിക്കുന്നു, ഫൈറ്റും. അത് പൗരുഷമാണ്. അങ്ങനെ അടിച്ചമർത്തി അതിനെ ഫൈറ്റ് ചെയ്ത് കയറി വരിക, പൗരുഷം. സ്ത്രൈണമാണ് തന്ത്രത്തിന്റെ രീതി. സ്ത്രീകളൊരു കാര്യം നേടുന്നത് എങ്ങനെയാണ്? അറ്റാക്ക് ചെയ്തിട്ടാണ്, അല്ല തഞ്ചത്തിൽ സ്നേഹത്തിലൊക്കെ വിളിച്ച് പറഞ്ഞ് പുകഴ്ത്തി അല്ലേ? അച്ഛനെങ്ങനെ മോൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം നേടുന്നത്? അത് പോയി ചെയ്യണം കേട്ടാ എന്ന് പറയും. അമ്മ പേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അമ്മ എങ്ങനെ? ഒന്നുമോനല്ല, ചക്കരയല്ലേ, പോയി എടുത്തോണ്ട് വാടാ, നീ എടുക്കണല്ലേ, നിന്റെ അത്രയും കഴിവ് ആർക്കെങ്കിലും ഉണ്ടോ? ശരിയാണ്, പോയി എടുത്തോണ്ട് എന്ന് പറയുന്നോട്ട് സ്ലൈനമായിട്ട് ആപ്പിൾ എടുത്തിട്ട് ശകലം മണപ്പിച്ച് 5 സെൻസിൽ കൂടെ എക്സ്പീരിയൻസ് ശകലം കട്ട് ചെയ്ത് കഴിച്ചാൽ പിന്നെ അത് കളയാൻ എളുപ്പമുണ്ട്. പിന്നെ അത് ഒരിക്കലും ഡിസ്റ്റോർബ് ചെയ്തില്ല. മനസ്സിലായി? ഇതാണ് തന്ത്രത്തിന്റെ രീതി. ഇവിടെ എതിർക്കുന്നില്ല വാസനകൾ. അപ്പൊ എളുപ്പമുണ്ട്, ഒന്നിനോട് ഫൈറ്റ് ചെയ്യുന്നില്ല. എന്തിനാണ് ഫൈറ്റ്? സ്പിരിച്വാലിറ്റിയിൽ എന്തിനാണ് ഫൈറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ വേറൊരു ഫൈറ്റ് തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്നല്ല. നമ്മുടെ ഈ ഡിസയറിനോട്, വാസനകളോട് ഫൈറ്റ് ചെയ്യണം. വാസനകളോട് ഫൈറ്റ് ചെയ്യുന്നത് അതുപോലും അറിയാതെയാണെങ്കിൽ ഈസി ആയിട്ട് അതിനെ കീഴടക്കാം എന്നാണ് തന്ത്രം പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ധ്യാന പദ്ധതികളിലൂടെ പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. വിശേഷിച്ചും യോഗശാസ്ത്രപരമായ മാർഗത്തിൽ പോകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡയറക്റ്റ് അവർ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് ആർക്കിടൈപ്സ് ഉണ്ട്. അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളുടെ ആർക്കിടൈപ്സ് ഉപബോധ മനസ്സിലുണ്ട്. എന്താ ആർക്കിടൈപ്സ്?
5 സെൻസിൽ കൂടെ നമ്മുടെ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിനെ സ്വാധീനിക്കുന്ന പ്രോഗ്രാംസിനെയാണ് ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത്. അല്ല, ചക്രാസിനെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ ആർക്കിടൈപ്സിന് സാധിക്കും. മനസ്സിലാവുന്നു? ഇപ്പൊ ഒരു പട്ടിയെ കെട്ടിയിട്ടിരിക്കുകയാണ് തുടലിട്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരാളവിടെ നിൽക്കും, ബാക്കിയുള്ളവർക്ക് വരാൻ പറ്റത്തില്ല. കാര്യം പട്ടി എപ്പോഴോ ഓടിച്ചിട്ടുണ്ട് ഇയാളിനെ. അപ്പോൾ കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി 5 സെൻസിൽ കൂടെ പട്ടി ഭയം എന്നുള്ള ഒരു കെമിക്കലും കൂടെ ഉള്ളിൽ കയറിയിട്ട് അതുവഴി ബ്രെയിനിൽ ഒരു മെമ്മറിയിൽ ഒരു പ്രോഗ്രാം രൂപപ്പെട്ടു. പട്ടി എന്ന് പറഞ്ഞാൽ ഓടണം, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിലേക്ക് ബോഡി മാറി ഓടണം, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സിംഹം എന്ന് പറഞ്ഞാൽ ഓടണം, വേണ്ടേ? പക്ഷേ ഇത് അസ്ഥാനത്തും വർക്ക് ചെയ്യും. എങ്ങനെ ചങ്ങലയിട്ട് കെട്ടിയിട്ടിരിക്കുന്ന പട്ടിയാണെങ്കിലും ഒരു പട്ടിയുടെ കുറെ കേൾക്കുമ്പോൾ ഈ സിസ്റ്റം എല്ലാം റൺ ചെയ്തിട്ട് ഫുൾ ബോഡി ഹൈജാക്ക് ചെയ്യും. ഫോട്ടോഷോപ്പിന്റെ ചെറിയ എംബ്ലത്തെ ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടർ ഫോട്ടോ എഡിറ്ററായിട്ട് മാറി, സൗണ്ടിന്റെ ചെറിയ എംബ്ലത്തെ ക്ലിക്ക് ചെയ്താൽ സൗണ്ട് എഡിറ്ററായിട്ട് മാറി, വേർഡിന്റെ എംബ്ലത്തെ ക്ലിക്ക് ചെയ്താൽ ഉടനെ അത് ടൈപ്പ് റൈറ്ററായിട്ട് മാറി. ഈ രീതിയിലാണ് പ്രോഗ്രാം റൺ ചെയ്യുന്ന ബ്രെയിനില്. ആ ഫുൾ സൈക്കോ ഫിസിക്കൽ സിസ്റ്റം ഭയത്തിന്റെ ഓരോ ഇഞ്ചിലും ഭയം വന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, നിറഞ്ഞു കവിയും. കോശാന്തരങ്ങളിൽ ഭയം വന്ന് നിറഞ്ഞു കവിയുകയും ഹാർട്ട് ബീറ്റ്സ് ക്രമാതീതമായി ഉയർന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയവർ അയാൾ സ്വബോധം നഷ്ടപ്പെട്ട് പരിസരം മറന്ന് അയാളോട് നിന്നു പോകും. മറ്റുള്ളവർക്ക് കൊച്ചു കുട്ടികൾ പോലും കെട്ടിയിട്ട പട്ടിയെ പേടിക്കാറില്ല. നിനക്കെന്താ സംഭവിക്കുന്നത് കൊണ്ട് വരാൻ പറയും. അപ്പോൾ ഒരു കൊച്ചു കുട്ടിയേക്കാൾ വിവരം കെട്ട ആളായിട്ട് നമ്മൾ നിമിഷം കൊല്ലി മാറി. എന്നാൽ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട്, കഴിവുകൊണ്ട്, അറിവുകൊണ്ട് ഇതൊന്നും നമ്മൾ വെറും ഒരു സീറോ ആയി മാറി. അവിടെ മുന്നോട്ട് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിലും വലിയ ഓണർ ഒരു കൊച്ചു കുട്ടി, ആ പട്ടിയുടെ ഓണർ ആ വീട്ടിലെ കൊച്ചു കുട്ടി ഓടി വന്ന് അതിനെ മറച്ചു നിർത്തുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റൂ. 5 വയസ്സുകാരൻ കുട്ടിയെക്കാളും 20 വയസ്സുള്ള നമ്മൾ എത്രയോ താഴെയായി മാറി ഒരു നിമിഷത്തിനുള്ളിൽ. ഇതാണ് ആളുകൾക്ക് ആർക്കിടൈപ്പിന്റെ പ്രവർത്തനത്തിലൂടെ സംഭവിക്കുക. അപ്പോൾ ഒരു ജോലി നല്ലൊരു ജോലി കിട്ടിയതായിരുന്നു. എവിടെ നമുക്ക് നല്ലൊരു സെക്യൂരിറ്റി ആയിട്ട് നല്ല കഷ്ടം പോലെ കാശൊക്കെ ഗൾഫിൽ കിട്ടുന്നൊരു ജോലിയാണ്. നമ്മളെടുക്കുമോ? 5 വയസ്സിന്റെ ധൈര്യം പോലും ഇല്ലാത്ത ഇവരെ എങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് എടുക്കുന്നത് ചോദിക്കൂല. അതിന് അത് പറയാനായിട്ട് വന്ന ബാക്കി എല്ലാവർക്കും കിട്ടി, നമുക്ക് കിട്ടിയില്ല. അത് കഴിയുമ്പോൾ തന്നെ പറയും പോവല്ലേ എന്ന് പറയും. അതെ, നമ്മൾ പറയും പോവാ, കറുത്തളഞ്ഞ് ബോധ്യപ്പെട്ടു, നമ്മളെ കൊണ്ട് പണിക്ക് പറ്റത്തില്ല. ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആർക്കിടൈപ്സ് ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഡയറക്റ്റ് അങ്ങ് പോയി സമാധിയാവാൻ വേണ്ടി ആൾക്ക് തിടുക്കാം. ഇവിടെ കുറേ കാര്യം കിടപ്പുണ്ട്. ഇതിനൊക്കെ ഒരു സമാധാനം പറഞ്ഞിട്ട് പോകാനാണ് ശരീരം പറയുന്നത്, വാസന പറയുന്നത്. ഈ വാസനയും ശരീരവും സൃഷ്ടിച്ച ഈശ്വരൻ പറയുന്നത്. മന്ദനാണ് ഈശ്വരനാണ് നമ്മൾ പറയുന്നത്. ഇതിനെയൊക്കെ അവഗണിച്ച് നമ്മൾ പോകുമ്പോൾ അല്ലേ? ആദ്യം ഈശ്വരൻ എന്താണ് പറഞ്ഞതെന്നുള്ളതിനെ പഠിക്കണ്ടേ? വാട്ട് വി ഹാവ്, അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണ്ടേ? അറിവില്ലാതെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലാഷ് അടിക്കും. അത് ഇതും കൂടെ ക്ലാഷ് ആവും, തിരിച്ചു വരേണ്ടി വരും. അപ്പൊ അതുമില്ല ഇതുമില്ല. ഈ ഡിസയറിനെ ഹാൻഡിൽ ചെയ്യാതെ പോയവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല ആത്മീയതയിൽ. അവരെയൊക്കെ നെഗറ്റീവ് എനർജികൾ ബാധ പിടിക്കും. ഡിസയറിനെ ഹാൻഡിൽ ചെയ്യാതെ ധ്യാനത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത നെഗറ്റീവായിട്ടുള്ള സൂക്ഷ്മ ശക്തികൾ പ്രോസസ് ചെയ്തിട്ട് പ്രേതബാധ, ശത്രുബാധ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഞാൻ പറയില്ല, ഇവിടെ ബോഡിയിൽ വന്ന് സംസാരിക്കാറുണ്ട്, വീഡിയോയ്ക്ക് അത് കണ്ടില്ല. ഈ സാധനങ്ങൾ അവർ പിടിക്കും. ഇങ്ങനെയുള്ളവരെയാണ് പിടിക്കുന്നത്. കുണ്ടലിനി ശകലം റൈസായ ആളുകൾക്ക് ഈ കുണ്ടലിനി എനർജിയാണ് നല്ല ദേവതകളുടെയും ചീത്ത ദേവതകളുടെയും ഫുഡ്. ചോറും കറിയൊന്നുമല്ല, എനർജിയാണ് അവരുടെ ഫുഡ്. എനർജി ലോകത്ത് അവർ നിൽക്കുന്നത്. പ്രാണനാണ് അവരുടെ ഫുഡ്. ഈ പ്രാണൻ എടുത്തിട്ട് നെഗറ്റീവ് ബാധകൾ ചക്രാസിൽ ബ്ലോക്കേജസ് ഉണ്ടാക്കി അവിടെ ഇടും. കുണ്ടലിനി വൈബ്രേറ്റ് ചെയ്ത് അസ്ഥാനത്തൊക്കെ വൈബ്രേറ്റ് ചെയ്ത് ഭയം, വിഷമം, ദേഷ്യം, നിരാശ, കുറ്റബോധം എന്ന് വേണ്ട ഒരു കാരണവും ഇല്ലെങ്കിൽ ഫിയർ വരും, പാൽപിറ്റേഷൻ വരും, ഉറങ്ങാൻ പറ്റത്തില്ല, നെഞ്ചിന് പ്രശ്നം, വയറിന് പ്രശ്നം, വീട് വിട്ടു പോകണം തോന്നുന്നു, അല്ലെങ്കിൽ ഷോൾഡർ പെയിന്, പിന്നെ ഫുഡിനകത്ത് പലരും രുചിയില്ലാത്ത പ്രശ്നങ്ങൾ ആളുകൾക്ക് വരാം. വയറിന് പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക്. ഗ്യാസ് പ്രോബ്ലംസും കാര്യങ്ങളും വരുന്നത്. ഷോൾഡർ പെയിൻസ്, കൈകാലം കാഴ്ച കയറും, രാത്രി ഉറക്കമില്ല, ഭയം വരുന്നു, അല്ലെങ്കിൽ ആളുകൾ അകാരണമായി വെറുക്കുന്നു. കാരണം നമ്മളിൽ ചെല്ലുന്ന വൈബ്രേഷൻ നെഗറ്റീവാണ്. ഈ ബാധ ഉണ്ടാക്കുന്ന കുണ്ടലിനി എടുത്തിട്ട് തിരിച്ച് അടിക്കുമല്ലേ ആളുകൾക്കെതിരായിട്ട്. ആളുകൾക്ക് കാരണം, നമുക്ക് കാരണം പോലും മനസ്സിലാവുന്നില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹമായിട്ട് പെരുമാറും. ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് എന്തോ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ പോസിറ്റീവായിട്ട് അവർ ഓടി എടുക്കുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവായിട്ട് അവരുടെ അടുത്ത് ചെല്ലുന്നത്.
സൂക്ഷ്മ ലോകത്ത് ഗ്യാപ്പ് ഉണ്ടാകും. പ്രാണമയ കോശത്തെ നമ്മൾ ഉണർന്നിട്ടില്ല. ഡയറക്റ്റ് സമാധിയിലോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അതുപോലെ നടക്കും. കുറച്ചൊക്കെ അപ്പോൾ കുണ്ടല്ലേ അങ്ങനെ ശ്രമിക്കും. പക്ഷെ ഡിസയർ കയറി തിരിച്ച് ഇങ്ങോട്ട് പിടിക്കും ഈ ബാധ വഴി. അപ്പൊ ഈ ബാധകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യം ദേവി ഉപാസന ചെയ്യണമെന്ന് പറയുന്നത് കാര്യം അതാ. ബാധകളുടെ കൂട്ടുള്ള പോസിറ്റീവ് വൈബ്രേഷൻ ഫീൽഡ് നമുക്ക് വേണ്ടേ? ഇത് നെഗറ്റീവാണ്. അങ്ങനെ ദേവിയെ പോലുള്ള പോസിറ്റീവ് വൈബ്രേഷൻ ഓഫ് ഫീൽഡുകളുടെ ശിവൻ, വിഷ്ണു, ഗണപതി എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ ദേവതകളെ ആരാധിക്കാൻ പറ്റുന്ന കാര്യം മറ്റേ രൂപമുണ്ട്. നമ്മുടെ ഭയങ്ങൾക്കെല്ലാം രൂപമുണ്ട് അല്ലേ? ഈശ്വരൻ തിരിഞ്ഞു നോക്കുമ്പോൾ പരബ്രഹ്മോ തേങ്ങയാന്ന് പറഞ്ഞാലും നമുക്ക് ബ്രെയിൻ മനസ്സിലാവും. ബ്രെയിൻ ഇമേജസ് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതിൻ്റെ ലാംഗ്വേജ് പോലും പ്രോസസ്സ് ചെയ്യുന്ന ഇമേജസ് ആയിട്ടാണ്. എനർജി ഡയറക്റ്റ് ബ്രെയിൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റൂല. പരാശക്തിയുടെ പ്രാണനെ പോലും പറ്റത്തില്ല. പിന്നെ പരബ്രഹ്മമായ ശിവബോധത്തെ പറ്റുമോ? ഇല്ല. ശിവജ്ഞാനപ്രദായം ദേവി വിളിക്കുന്നതാ. ദേവി ശിവന്റെ ജ്ഞാനം നമുക്ക് ഉണ്ടാക്കി തരും സിമ്പിളായിട്ട്. ദേവി വിളിച്ചാൽ മതി. ശക്തിയിലൂടെ ശിവനിലെത്തും. ശിവന്റെ മുകളിലേക്ക് ശക്തിയല്ലേ നിൽക്കുന്നത്. ആ ശക്തിയിലൂടെ തന്നെ ശിവനിലേക്ക് എത്താൻ അടിസ്ഥാന കീക്കോറായിട്ടുള്ള ബോധത്തിലേക്ക്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നുള്ള തലത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് വിശപ്പുണ്ട്. ഈ ഡിസയറുള്ളപ്പോൾ നമുക്ക് വിശക്കുമെന്ന് ഭയമുണ്ട്. അസുഖം വരുമെന്ന് ഭയമുണ്ട്. ഒരു വേദന ഉണ്ട്, ധ്യാനിക്കാൻ പറ്റും. അപ്പൊ വേദന വരാതിരിക്കണം എന്നുള്ള ഭയമില്ലേ? ഇതൊക്കെ പ്രൊട്ടക്ഷൻ ഭദ്രകാളി വേണ്ടേ? അന്നപൂർണേശ്വരി വേണ്ടേ? ഇതെല്ലാം സരസ്വതി ജ്ഞാനം വേണ്ട. ഇതൊക്കെ ദേവതകളുടെ സപ്പോർട്ട് കൊണ്ട് അവരാണ് നമ്മളെ ശിവജ്ഞാന പ്രധാന ശിവതത്വത്തിലേക്ക് എടുത്ത് കണക്ട് ചെയ്ത് രക്ഷപ്പെടുത്തുന്നത്. സിമ്പിളായിട്ട്. അല്ല നമ്മൾ ഡയറക്റ്റ് ഓണി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇപ്പൊ ഇവിടെ പട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അമ്പാനി പറഞ്ഞുകൊണ്ട് കുറച്ച് ബിസ്ക്കറ്റുമായിട്ട് പോയി എളുപ്പമുണ്ട്. അല്ലാതെ വടിയായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെല്ലുമായിരിക്കും, പക്ഷെ ദേഹം മുഴുവൻ ചോരയായിരിക്കും. എന്തിനാ വഴുതെറ്റി കറങ്ങി ബുദ്ധിമുട്ടി എപ്പോഴെങ്കിലും ഒക്കെ ചെന്നാൽ മതിയോ? അതിനുള്ള സമയമൊന്നുമില്ല ഈ ലൈഫിൽ. വളരെ ഫാസ്റ്റായിട്ട് ലൈഫ് പോയിക്കൊണ്ടിരിക്കുക. മരിച്ചു പോകും. ഇപ്പൊ മരിക്കാനാവും. അതിനുള്ളിൽ കൃത്യമായ ഗൈഡൻസ് തുടങ്ങിയ ദേവിയുടെ സപ്പോർട്ടോട് കൂടി സമാധി വരെ എത്തിയാൽ കൊള്ളാം. മനസ്സിലാവുന്നത്? മറ്റേ അതിനൊന്നും നമുക്ക് സമയമില്ല. അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല. അവിടെയാണ് വിഷയം. അപ്പൊ അവിടെ എന്തായാലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം. ഒക്കിന് അത്രയും ഗൈഡൻസ് എടുത്തിട്ട് പോയി യാത്ര എളുപ്പമുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നെഗറ്റീവ് എനർജികൾ നമ്മൾ പിടിച്ചിട്ട് നമ്മുടെ കുണ്ടലിനിയിൽ ബ്ലോക്കേഴ്സ് ഉണ്ടാക്കുന്നു. അപ്പൊ ആർക്കിടൈപ്സ് നെഗറ്റീവാണ്. അവിടെ പോസിറ്റീവ് ആർക്കിടൈപ്സിന്റെ ഹെൽപ്പ് വേണം. ഇല്ലെങ്കിൽ ഇത് തട്ടിപ്പറിക്കാൻ കുണ്ടലിനി ആക്റ്റീവായ ആദ്യം എടുക്കുന്നത് നെഗറ്റീവ് എനർജികളാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഉള്ളിൽ ആൾറെഡി പ്രോസസ് ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ആയിരിക്കും എല്ലാ മനുഷ്യരും. കാര്യം തമോ ഗുണത്തിലാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. ഒന്നായിരിക്കുന്ന പരബ്രഹ്മം രണ്ടായത് അജ്ഞാനം കൊണ്ടാണ് എന്ന് പറയാം. അജ്ഞാനം കൊണ്ട് രണ്ടായിട്ട് രജോ ഗുണത്തില് സൃഷ്ടി നടത്തും. പൂർണ്ണ സാത്വികതയിൽ പൂർണ്ണമായി ലയിച്ചിരിക്കുന്ന പരബ്രഹ്മത്തിൽ സാത്വികമൊന്നുമില്ല, ഗുണാതീത അവസ്ഥയാണ്. ഗുണാതീത അവസ്ഥ ഇരിക്കുന്ന നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്ന അവസ്ഥയിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, കേട്ടോ, കത്തി കൂടുന്നുണ്ട് പറയണം. അറിയാൻ കുഴപ്പമില്ല. അങ്ങനെ നിർഗുണ പരബ്രഹ്മമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഗുണാതീതാവസ്ഥയിൽ ഇരിക്കുന്ന സാഖ്യവുമാണ് പറയുന്നത്. അടിസ്ഥാന സാഖ്യവുമാണ് സനാതനത്തിന്റെ. അവിടെ നിന്ന് സത്വരജസ്തമസ് മഹത്തത്വം ഉണ്ടായിട്ട് മഹത്തത്വം സത്വരജസ്തമസായിട്ട് പ്രവർത്തിക്കുന്നു. മഹത്തത്വത്തിനെയാണ് ആദി പരാശക്തി എന്ന് നമ്മൾ പറയുന്ന പ്രാണൻ എന്ന് പറയുന്ന സംഗതി. അത് സാത്വികം രഹസ്യം താമസിയും 3 രീതിയിലുള്ള ദേവതകളായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. വൈബ്രേഷണൽ ഫീൽഡുകളെ ദേവത എന്ന് പറയുന്നത്. ബ്രെയിന് കണക്ഷൻ കിട്ടാൻ സാരിയൊക്കെ ഉടുപ്പിച്ച് നമ്മൾ അതിലൂടെ വലിച്ചെടുക്കുന്നുള്ളൂ. അമ്മ എന്നൊക്കെ പറയുമ്പോൾ ആ ആർക്കിടൈപ്പ് പട്ടിയുടെ എന്തൊക്കെയാ 5 സെൻസിൽ കൂടെയുള്ള എക്സ്പീരിയൻസും ഭയം എന്നുള്ള ഇമോഷനും കൂടെ ചേർന്നിട്ടാണ് ആർക്കിടൈപ്പ് ഫോം ചെയ്തത്. ആ കെമിക്കൽ റിയാക്ഷനിലൂടെ 5 സെൻസിൽ കൂടെ പോസിറ്റീവായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കി അതിലൂടെ എനർജി വലിച്ചെടുത്താൽ നമുക്ക് ആഗ്രഹങ്ങൾ നേടാം. മറ്റേതുള്ള എല്ലാം നഷ്ടപ്പെടുത്തും. അറിയാതെ കയറിയ നെഗറ്റീവായിട്ടുള്ള 5 സെൻസിൽ കൂടെ കയറും. 5 സെൻസ് വേണമെന്നില്ല, മനസ്സിലാവാൻ വേണ്ടി പറയാം. സൂക്ഷ്മശക്തികൾ അല്ലാതെയാണല്ലോ പ്രോസസ് ചെയ്യുന്നത്. മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത്. ഹയർ ലെവലിലാണ് കാര്യം കിടക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അത് പറഞ്ഞ കൺഫ്യൂഷൻ വരുന്നുണ്ട് പറയാതില്ല. അപ്പോൾ നമ്മൾ 5 സെൻസിൽ കൂടെ അമ്മ എന്നുള്ള കെമിക്കലൊക്കെ എല്ലാവർക്കും പോസിറ്റീവാണ്. അമ്മ മാതൃത്വം എന്ന് പറയുന്ന അവസ്ഥ, ആ കൺസെപ്റ്റ് അത് പോസിറ്റീവ്. അപ്പൊ 5 സെൻസിൽ കൂടെ മണിയടി ധൂപം ദീപം ഒക്കെ വെച്ച് ഭക്തി എന്നുള്ള ഇമോഷനും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് കെമിക്കൽസ് ഉള്ളപ്പം ബാധകൾക്ക് പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല. സ്നേഹമുള്ള പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല ബാധകൾക്ക്. അതിന്റെ കെമിക്കൽ കോമ്പിനേഷൻ ഇവർക്ക് പേടിയാണ്. അപ്പൊ ഭക്തി എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്ന സ്നേഹം തന്നെയാണ് ദേവിയോടുള്ളത്, ഈശ്വരനോടുള്ളത്.
അപ്പൊ ഭക്തി കൊണ്ട് അതിനാ പുരാണങ്ങളൊക്കെ എഴുതിയത്. എല്ലാം എഴുതിയിട്ടും വ്യാസന തൃപ്തിയായില്ല. അപ്പോഴാണ് നാരദമുനി എന്ന് പറയുന്നത് ഭക്തി മിസ്സായിട്ടുണ്ട് ഇതുവരെ എഴുതിയത്. അപ്പൊ എന്ത് ചെയ്യണം? അതും കൂടെ ചേർത്ത് ഭാഗവതം എഴുതി. ഇപ്പൊ ശ്രീ മഹാഭാഗവതം എഴുതി ഭഗവാനോടുള്ള ഭക്തിരസപ്രധാനമായിട്ട്. അപ്പോഴാണ് പൂർണ്ണമായത്. അപ്പൊ ഭക്തിയോടുകൂടി ഉപാസന ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ബ്രെയിൻ കെമിക്കൽ ചേഞ്ചസ് നല്ല ദേവതകളെ പ്രോസസ് ചെയ്യിക്കുകയും അതിലൂടെ കുണ്ടലിനി കറക്റ്റ് ആക്കാൻ പറ്റും. ഒരു ഗുരുവിന്റെ സഹായമുണ്ട്, അറിയാവുന്ന ഒരു ഇൻവെർട്ടർ കോമയിൽ റേഷൻ കിട്ടിയവരല്ല. ഏറ്റവും കൂടുതലും താടിയുള്ള ആളാണ് ഏറ്റവും വലിയ ഗുരു. സെൻ ബുദ്ധിസ്റ്റുള്ള ഒരു സ്റ്റോറിയുണ്ട്. മഹാഗുരു സെൻ മൊണാസ്ട്രിയിൽ നിന്ന് റിട്ടയർ ആവുകയാണ്. പിറ്റേ ദിവസം അദ്ദേഹം റിട്ടയർ ആവാൻ, നാളെ റിട്ടയർ ആവുക. അദ്ദേഹം പറയും, ഇനി മുതൽ ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകനെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതിൻ്റെ വളരെ സന്തോഷം. അത് എന്നേക്കാൾ അറിവുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങോട്ട് ഹൈപ്പ് കൊടുത്തു. അപ്പം എല്ലാവരും വളരെ ആകാംക്ഷയുടെ കുട്ടികളൊക്കെ കാത്തിരുന്നു. അദ്ദേഹം പുറത്തു നിന്നൊരു മുട്ടനാടിനെ വിളിച്ച് നിർത്തിയെന്നാണ്. അതെന്താ? ഇവനാണ് എന്നേക്കാൾ അറിവുള്ളത്. അതെന്താണ്? ഇവൻ എന്നേക്കാൾ താടിയുണ്ട്. നിങ്ങളുടെയൊക്കെ കൺസെപ്റ്റ് അതാണല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി എന്നാണ് എന്ന് പറയുന്ന കൂട്ടാണ് സംഗതി. അങ്ങനെയല്ല ഞാനീ പറയുന്നത്. എൻ്റെ പ്രായോഗികതയുണ്ട്. ഇത് എന്താ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇൻവെർട്ടർ കോമായിട്ട് ഇങ്ങനെ പറയാൻ അറിയാമോ? ഞാൻ ഈ സംഭവമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചില ആൾക്കാർ ഉടനെ ഞങ്ങൾ അടുത്തൊരു ബെസ്റ്റ് പാർട്ടിയുണ്ട് കേട്ടു, പുള്ളി ഭയങ്കര ഗുരുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വേഷം കെട്ടിയിരിക്കുന്ന ആളാ അവിടെ ചെന്ന് ദീക്ഷയെടുത്ത് ഉപാസനം തുടങ്ങി അവസാനം കുഴപ്പമായി 8ന്റെ പണി കിട്ടി കഴിയുമ്പോൾ പറയും, തിരുമേനി വീഡിയോയിലൊന്നും അങ്ങനെ പറഞ്ഞില്ലയോ, അതിലുള്ള ഗുരുവിൻ്റെ അടുക്ക പോയി ശിഷ്യപ്പെടുന്നു. അങ്ങനെ പോയതാ. നമ്മുടെ ഈ വീഡിയോ ഒക്കെ അയാൾ കണ്ടുവച്ചേക്കുക. ഇതിനകത്തെ കുറേ കാര്യം അയാൾ പറയും. പുറമേയുള്ള ഈ കാര്യങ്ങളൊക്കെ എക്സാമ്പിൾസ് ഒക്കെ അയാൾ പറയുമ്പോൾ ഇത് ആ തിരുമേനി പറഞ്ഞോട്ടാണ് കറക്റ്റാ. ഇത് കാണുന്ന ആളുകൾക്ക് എന്തെല്ലാം പറയാൻ പറ്റും ഇപ്പോൾ പേടിച്ചിട്ട്. അപ്പോൾ അത് കേട്ട് അതുപോലെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ട് ഈ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഈ ഡയലോഗ്സ് അല്ല അതുപോലെ കാണാപ്പാടം പഠിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് പലരും പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് ഇങ്ങനെ ഓപ്പണായിട്ട് പറയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പോകത്തില്ലേ, പോയി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് പറയാനായിട്ട് നമ്മൾ പറയാം, പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് വിവരമുള്ള ആളുകൾ അത് മനസ്സിലാക്കി ചെയ്യാമല്ല. അപ്പം അങ്ങനെ പോകുന്ന എന്ന് പറയുന്ന കൂട്ടാണ്. കൃത്യമായുള്ള ഗൈഡൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് വരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ദേവതകള് പോസിറ്റീവായിട്ടുള്ള പ്രാണന്റെ വൈബ്രേഷൻസ് ആയിട്ടുള്ള ദേവതകളെ ഹാൻഡിൽ ചെയ്യുന്ന ആർക്കിടെക്ട്സ് ആണെന്ന് പറഞ്ഞു. അതിന് പോസിറ്റീവ് ആർക്കിടെക്ട്സ് നമുക്ക് വേണം. ഈ ആർക്കിടെക്ട്സ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കിടെക്ട്സാൽ കൺട്രോൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് ഇത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പലപ്പോഴും പറ്റത്തില്ല. കാരണം ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിന് പല ആർക്കിടൈപ്പൽ ഫോംസ് ഉണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരെന്ന് പറഞ്ഞാലും ഉണ്ടാവും അല്ലേ. അമ്മ എന്നുള്ള ഡിവൈൻ ആയിട്ടുള്ള ഒരു ഫിഗറ്, സെക്സി ആയിട്ടുള്ള കാമുകി എന്ന് പറഞ്ഞൊരു ഫിഗറ്, സഹോദരി സ്ഥാനത്തുള്ള ഒരു ഫിഗറ്, പല പല സംഭവങ്ങൾ ഉണ്ടാവില്ലേ പുരുഷന്മാർക്ക് ഇല്ലേ. അപ്പൊ എല്ലാ തരത്തിലുള്ള ഹീലിംഗും ആവശ്യമാണ് മനുഷ്യന്. അമ്മയുടെ വാത്സല്യവും സഹോദരിയുടെ സ്നേഹവും കാമുകിയുടെ സെക്സും സ്നേഹവും ഇതെല്ലാം ഒരു പുരുഷന് ആവശ്യമാണ്. അവന്റെ ഡിസയറാണ് ഇതൊക്കെ. അപ്പൊ ഈ ആർക്കിടൈപ്പുകൾ ഉള്ളിൽ കിടക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു സമാധാനം കൊടുത്തില്ല എന്ത് പറ്റും? ഇത് ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ആർക്കിടൈപ്സ് അല്ലേ? നമ്മൾ അശക്തരല്ലേ? നമ്മുടെ സൃഷ്ടി തന്നെ ഉണ്ടായിട്ടുള്ളത് തമോ ഗുണത്തിലാന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാ പറഞ്ഞു സാങ്കേയോഗത്തിന്റെ കാര്യം പറഞ്ഞു, മഹത്തത്വം ഉണ്ടായെന്ന് പറഞ്ഞു. ആ മഹത്വത്വം ആദിപരാശക്തിയിൽ നിന്നും 3 വന്നു 21 തത്വങ്ങളായിട്ട് മാറുകയാണ്. അത് കാശ്മീരി ശൈവസിദ്ധാന്തത്തിൽ വരുമ്പോൾ ശിവാദി ഭൂമി പര്യന്തമായ 36 തത്വങ്ങളായിട്ട് അതിനെ അവിടെ പറയണമെന്നുള്ളേ ഉള്ളൂ. അപ്പൊ ആ ഡിവിഷൻസ്, പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഓഫ് ത്രിഗുണാസ് അതിലൂടെ ഉണ്ടായി ആണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ സാഖ്യയോഗ പ്രകാരം
ഉള്ള രീതിയിലുള്ള ഡിസയറുകളും വിവിധങ്ങളായ ഡിസയറുകളുമായിട്ടാണ് ആളുകൾ ജനിക്കുന്നത്. ആണോ? സാത്വിക രാജസിക താമസിക സാത്വിക എന്നൊക്കെ പറഞ്ഞിട്ട് കോടിക്കണക്കിന് യോഗിനുകളായിട്ട് കോടി യോഗിനി ഗണസേവിത വൈബ്രേഷൻസ് ആയിട്ടാണ് പ്രപഞ്ചത്തിലെ ഗുണങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്നു, ദേവതകളായിട്ട്. അപ്പൊ അങ്ങനെ ജനിച്ചു വീഴുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഈ പറയുന്ന സാഹചര്യത്തിലുള്ള ഈ ഡിസയറുകളെ പരിഗണിക്കണോ വേണ്ടേ? സൃഷ്ടി ഉണ്ടായത് തന്നെ പഞ്ചഭൂതങ്ങളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളെ പൂർണ്ണമായും എക്സ്പീരിയൻസ് ചെയ്ത് ആനന്ദാവസ്ഥയിലെത്താനാണ് എന്ന് പറയുന്നു. അപ്പൊ അവിടെ ആ ഡിസയറുകളെ കൃത്യമായി ബോധത്തോടെ ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സമാധിയും, ബോധമില്ലാതെ ഫുൾഫില്ല് ചെയ്താൽ അഡിക്ഷനും ഉണ്ടാവും. ബോധമില്ലാതെ ഡിസയറുകളുടെ പുറകെ ഒഴുകുന്ന ആളുകളെ ചുറ്റും കാണുന്നു നമ്മൾ. കാരണം എന്താ? ബോധത്തോടു കൂടി ഡിസയർ ഒരു തവണ പോലും ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ടാണ്. അങ്ങനെ ബോധത്തോടെ സെക്ഷൽ ഡിസയർ ഫുൾഫിൽ ചെയ്യാനാണ് വിവാഹം കഴിക്കുന്നത്. മനസ്സിലായോ? വൃത്തിയായിട്ടാണ് ആ ഒരു സ്ത്രീ അല്ലെ പുരുഷൻ മതി ആളുകൾക്ക് ഫുൾഫിൽ ചെയ്ത് സമാധിയിലേക്ക് എത്താൻ. അതല്ല, അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഒരെണ്ണമല്ല എത്രണ്ണമായാലും മതിയാവത്തില്ല. ഞാൻ പറയണേ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജീവിതം തന്നെ ഒരു യജ്ഞമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരാൾക്ക് ധർമ്മമായ മാർഗത്തിലൂടെ അർത്ഥമുണ്ടാക്കി കാമം തീർത്ത് മോക്ഷത്തിൽ പോകാൻ വ്യക്തമായ ഒരു വിവാഹ ജീവിതത്തിലൂടെ, താന്ത്രികമായിട്ടുള്ള ഒരു വിവാഹ ജീവിതത്തിലൂടെ സാധിക്കും. താന്ത്രികൻ ഉള്ളിലാണ് സമ്യക്കായി ന്യാസം ചെയ്യുന്ന സന്യാസിയാവുന്നത്. താന്ത്രികന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും പോലും അറിയത്തില്ല അവൻ സന്യാസിയാണ്. അവരെ എന്നേ ഉപേക്ഷിച്ചു കഴിഞ്ഞു. താന്ത്രികന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും, അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ അവരുടെ ഭർത്താവിനും കുട്ടിക്കും പോലും അറിയില്ല എന്നേ അവരെ ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ളത്. പുറമെ എല്ലാവരുമായിട്ടും കഴിയുമ്പോൾ അത് ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അതാ മനസ്സിലെ യോഗശ്ചിത്തവൃത്തി നിലമെന്ന് പറഞ്ഞു പറയും. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് യോഗം. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു സംഭവം നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ പറ്റും. പക്ഷെ അത് പുറത്തല്ല, ഉള്ളിൽ. പുറത്ത് ഉപേക്ഷിച്ചാൽ അത് മനസ്സിലേക്ക് കയറും. ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് ഹിമാലയത്തിൽ പോയാൽ മനസ്സിൽ മുഴുവൻ ഭാര്യ. ശ്രീനിവാസൻ മറ്റേ സിനിമ പോകും. എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അന്നേരം അത് മനസ്സിൽ കയറും. മനസ്സിലായി? പൈസ വേണ്ട നമ്മൾ തീരുമാനിച്ചു അപ്പം മുതൽ പൈസ ആയിരിക്കും മൈൻഡ്. പെണ്ണുങ്ങൾ നോക്കത്തില്ലെന്ന് വിചാരിച്ചു അപ്പം മുഴുവൻ പെണ്ണായിരിക്കും മൈൻഡ്, മുഴുവൻ ആണായിരിക്കും. എന്നാൽ കൂട്ടത്തിൽ ആണുണ്ടോ അല്ലെ പെണ്ണുണ്ടോ നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കത്തില്ല. കൂട്ടത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കത്തില്ല മനുഷ്യൻ. അതിന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ഒന്നാമത്തെ എളുപ്പമുള്ള മാർഗം അതാണ്, ചേർത്ത് പിടിക്കാനുള്ളത്. പക്ഷെ അഡിക്ഷനായിട്ട് അങ്ങനെയല്ല പറയുന്നത്, ബോധത്തോടെ ചേർത്ത് പിടിക്കുക. ബോധത്തോടെ എന്നുള്ള ഇൻവെർട്ടർ കോമയിലാണ് അതിന് പ്രാധാന്യം.